ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. എഴുതി കഴിഞ്ഞിട്ടില്ല. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നിനക്കിത് വേണം. അവളെ വിഷമിട്ട് വയ്യ. അവളെന്താ അവിടെ പോയി ഫുഡ് കഴിക്കണേ? സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ തല്ലുപിടിക്കാൻ പറ്റുന്നതാണല്ലേ? എനിക്കൊന്നും പറ്റില്ല. ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കി? ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ എന്നെ വന്ന് ഈ നോട്ട് ചോദിച്ചു. എനിക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. അതൊക്കെ ഒരു വിഷയാക്കാനാണെങ്കിൽ വിഷയാക്കാനേ നേരം ഉണ്ടാവുള്ളൂ ഓരോ കാര്യങ്ങൾ. ഞാനൊന്നും സോറി പറയില്ല. നീ വേണമെങ്കിൽ പോയി പറഞ്ഞു നോക്ക്. നീ വന്നിരുന്ന് കഴിക്കണേ കഴിച്ചോ. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാ. എനിക്ക് എന്തല്ല കൂടിയിട്ട് എന്താ പ്രശ്നം? എന്തുട്ട് എഴുതി വെച്ചിട്ടുണ്ട്? ഇത് ഞാനൊന്നും എഴുതിയതൊന്നല്ല. അയ്യ, എനിക്ക് എന്ത് പ്രാന്തന്റെ ബെഞ്ചമ്മ എങ്ങനെ എഴുതി വയ്ക്കാൻ? ചേട്ടനല്ല പ്രാന്തല്ല. ഞാൻ അങ്ങനെ ചെയ്യുമോ? ആർക്കും എനിക്ക് ചേട്ടനോടാ? ഈശ്വരന്മാരെ ആര് പറഞ്ഞു? ഞാൻ എഴുതി. അതെഴുതിയത് ഇതല്ല. അതിന് നിങ്ങൾ പറഞ്ഞാലും വിശ്വസിക്കില്ല. എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഇത് ആര് ചെയ്തേക്കണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറ്റുന്ന വിശ്വാസം. ഞാൻ ചേട്ടൻ അങ്ങനെ കണ്ടിട്ടുകൂടിയില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അയ്യെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല. നിങ്ങൾ ഇങ്ങനത്തെ ഒരു വിഷയത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന കാരണം കൊണ്ട് എനിക്ക് ആകെ ഒരു അത്രേ ഉള്ളൂ. ഞാൻ ചെയ്തിട്ടില്ല. എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിനക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. ഇത് എന്തൊക്കെ കുറെ ആകെ കുത്തി വരച്ച് കീറിയിട്ടേക്കുക. ഞാനിത് എഴുതിയില്ല. ഞാൻ എഴുതിയത് വേറെയാണ്. അതാ എഴുതിയ ആൾക്കറിയാം എന്താ ഞാൻ എഴുതിയിട്ടില്ലേന്ന്. ഇവിടെ വേറെ എഴുതിക്കണില്ലേ? അതെ സൂര്യ, അതെ വിജയ്. ഇതൊക്കെ ഒന്നും നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ അതിലാണ് എഴുതിയത്. അത് വെട്ടി ഇതൊരു ബ്രാക്കറ്റ് ആക്കി വെച്ചത് എൻ്റെ കുറ്റമല്ല. ഞാനല്ല ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇതാരാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും സമയമെടുക്കും. നിങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എനിക്ക് എന്തായാലും നിങ്ങളോടൊരു തേങ്ങയില്ല. എനിക്കത് മാത്രമേ എനിക്കറിയുള്ളൂ. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ? നീ വരില്ല.